ഹായ്, ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഒരു ഹാങ്ങിങ് ബ്രേസ്ലെറ്റാണ് കാണിക്കുന്നത്. സ്റ്റാർ ബീഡ്, പിന്ന്, ചെയിന്, ഗോൾഡൻ കളറിലെ ചെയിന് ഒക്കെ മാച്ചിങ് ആയിട്ടുള്ള ഹുക്കും എല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഓരോ ഹാങ്ങിങ് ഉണ്ടാക്കുകയാണിത്. റൗണ്ട് പില്ലർ വെച്ച് ആദ്യം നമുക്കിഷ്ടമുള്ള ഭാഗത്തേക്ക് ചെരുക്കുക, പിന്നെ അത് റൗണ്ട് ചെയ്യുക. കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്, അത് നല്ല വലിപ്പമുണ്ടായിരുന്നു, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെറിയ ഹാങ്ങിങ്ങുകളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ 2-3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ബീഡ് സെൻറ്ററിൽ ഇങ്ങനെ കൊടുക്കാനാണ്. ചെയിന് 5-6 കള്ളി കഴിഞ്ഞിട്ടുള്ളത് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ 2-3 അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിന് വേണ്ട അനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ചെറിയൊരു കുട്ടിക്കാണ് ചെയ്യണത്. അധികം വണ്ണമില്ല കയ്യ്, അപ്പോൾ അത്ര മതി. ഇതന്നെ അധികമായിരുന്നു. ഇതിലും ചെറുതാക്കി കട്ട് ചെയ്യാം. അപ്പോൾ ബീഡ്സ് ഇടയിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഭംഗി കൂടും, പണി കൂടും. ഞാൻ എളുപ്പപ്പണി എടുത്തതാണ്. വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ 2 സൈഡിലും ഹോൾ ഉണ്ടാക്കി വെക്കണം. അത് ചെയിൻ ഇടാനാണ്. റൗണ്ട് ചെയ്ത് വെക്കുക, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും. അങ്ങനെ 4 അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൂപ്പ് ഉണ്ടാക്കി വെക്കുകയാണ്. നല്ല നീളം ഉണ്ടാവട്ടെ, ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്, അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ചെറുതാക്കി ഒരു 4 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് അകത്തി കൊടുക്കുക, അത് ചെയിൻ ഇടുക, ആ ലൂപ്പിൻ്റെ ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഒരു ഹാങ്ങിങ്ങും ഇടുക. ഒന്നിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ഇത് രണ്ടും ചെയ്യണത്. പിന്നെ ലോക്ക് ചെയ്യുക, അത് പഴയ പോലെ തന്നെ അവിടെ പ്രസ് ചെയ്ത് വെക്കുക. ഒന്ന് ഇതുപോലെ മറ്റുള്ളതെല്ലാം ചെയ്തെടുക്കുക, അപ്പോൾ നീളത്തിൽ കിട്ടും. മനസ്സിലാവുമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഹുക്ക് ഇട്ട ബ്രേസ്ലെറ്റ് ആവും. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ റെക്കോർഡായില്ല. ഇനി വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് ബ്രേസ്ലെറ്റിൻ്റെ രൂപം. അടിയിൽ ഒരു ഹാങ്ങിങ് കൂടിയും കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിരിക്കും അങ്ങനെ തൂങ്ങി കിടക്കാൻ. അപ്പോൾ